ഉരുൾപൊട്ടൽ നാശം വിതച്ച കോഴിക്കോട് വിലങ്ങാട് ദുരന്തബാധിതരുടെ നഷ്ടപരിഹാരത്തിൽ റവന്യൂ അധികൃതരുടെ പട്ടികയിൽ അപാകതയെന്ന് പരാതി. നിലവിൽ സ്വന്തമായി വീടുള്ളവരുടെ പേരുകളും വീട് നഷ്ടമായവരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അർഹരായ പലരെയും ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയെന്നുമാണ് പരാതി. ഇക്കഴിഞ്ഞ ജൂലൈ 30-നാണ് കോഴിക്കോട് വിലങ്ങാട് നാടിന് നടുക്കെ ഉരുൾപൊട്ടലുണ്ടായത്. വയനാടിനെ പോലെ തന്നെ വിലങ്ങാടിനെയും പരിഗണിക്കുമെന്ന സർക്കാർ വാഗ്ദാനത്തിന് മുൻപിൽ വിശ്വസിച്ചവർക്ക് സമരമുഖത്തേക്ക് ഇറങ്ങേണ്ടി വന്നു. സർക്കാർ നഷ്ടപരിഹാരത്തിന് പരിഗണിക്കുന്നവരുടെ പട്ടികയിൽ പോരായ്മകളുണ്ടെന്ന പരാതികളാണ് ഇപ്പോൾ ഉയരുന്നത്. 3 ലിസ്റ്റുകളാണ് റവന്യൂ അധികൃതർ തയ്യാറാക്കിയിട്ടുള്ളത്. ഇവയിൽ വീടു മാത്രം നഷ്ടപ്പെട്ട 25 പേരും പൂർണ്ണമായി വീടും സ്ഥലവും നഷ്ടമായ 11 പേരുമാണ് ഉള്ളത്. വഴി നഷ്ടപ്പെട്ടവരെ 3ാമത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീട് നിർമ്മാണത്തിനുള്ള സ്ഥലം വാങ്ങാനും വീട് പണിയാനുമായി 15 ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിക്കുന്നത്. എന്നാൽ മുൻപ് തയ്യാറാക്കിയ പട്ടിക പ്രകാരമുള്ളതല്ല ഇപ്പോൾ പരിഗണിക്കുന്നതെന്നാണ് ദുരിതബാധിതർ പറയുന്നത്. അർഹരായ പലരെയും ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയെന്നും പരാതിയിൽ പറയുന്നു. നിലവിൽ സ്വന്തമായി വീടുള്ള ചിലരുടെ പേരും വീട് നഷ്ടമായവരുടെ പട്ടികയിൽ ഉൾപ്പെട്ടതായും മുൻപ് താമസം മാറിയ ചിലരടക്കം റവന്യൂ അധികൃതരുടെ പട്ടികയിൽ കടന്നുകൂടിയെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. വിലങ്ങാടുണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്ന ആളുകളെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ ഇറക്കിയ ഒരു ലിസ്റ്റ് ഭാഗികമായുള്ള ആളുകളെ അതിനകത്ത് പെടുത്തിയിട്ടുണ്ട്. അതിൽ ദുരിതം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുണ്ടായ നാശം വീടിനും അതുപോലെ നാശമുണ്ടായ ആളുകളെ ഭൂരിപക്ഷം ആളുകളെ അതിനെ പെടുത്തിയിട്ടില്ല. ചുരുങ്ങിയ ആളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിൽ ശക്തമായ പ്രതിഷേധം വിലങ്ങാട് മേഖല കോൺഗ്രസ് കമ്മിറ്റി രേഖപ്പെടുത്തിയിരുന്നു. വീട് നിർമ്മാണത്തിനായുള്ള സ്ഥലം കണ്ടെത്താൻ സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. NAT സംഘം ഒരു തവണ വിലങ്ങാടെത്തി പരിശോധന നടത്തിയെങ്കിലും ഉരുൾപൊട്ടൽ ഭീഷണി നിലവിലില്ലാത്ത സ്ഥലം ഏതെന്ന് കണ്ടെത്താൻ സാധിച്ചില്ല. സ്ഥലം കണ്ടെത്താത്തതിനാൽ വിലങ്ങാട് പുനരധിവാസം നീളുകയാണ്. ന്യൂസ് മലയാളം, കോഴിക്കോട്.